പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ന് പാലക്കാട് ഒരമ്പലത്തിൽ 24 മണിക്കൂർ സ്ത്രീകൾ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഒരു ഭജനയും ഉപവാസവും നടത്തുന്നുണ്ട്. മുദ്രാവാക്യം വിളിയല്ല, ധർണയല്ല, സമരമല്ല, ഹർത്താലല്ല, ബന്ധല്ല. ഇവിടെ നിന്ന് ഒരു ക്ലാസ് അങ്ങോട്ടേക്ക് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. ബാബുവും ഇതിൻ്റെ പുറകിൽ കോർഡിനേറ്റ് ചെയ്യുന്ന വ്യക്തികൾ സതുദ്ദേശത്തോടു കൂടിയാണ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ആ ഭജനയും പ്രാർത്ഥനയും ഉപവാസവും ആരംഭിക്കുമ്പോൾ ഇവിടെ നിന്ന് മൊബൈൽ ഫോണിൽ ഞാനൊരു സന്ദേശം തരാം. അത് മൊബൈൽ ഫോണിൽ സ്പീക്കറിൽ ഇട്ടിട്ട് സൗണ്ട് കൂട്ടിയിട്ട് മൈക്കിൻ്റെ ചുവട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ 5-15 മിനിറ്റോ അരമണിക്കൂറോ ക്ലാസ് എടുക്കാം. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്, എഡ്മണ്ടനിലേക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്, അരുണാചൽ പ്രദേശിലേക്ക് അങ്ങനെ ഫോണിലൂടെ ക്ലാസ് എടുക്കുന്നുണ്ട്, ആൻഡമാൻ നിക്കോബാറിലേക്ക് എടുക്കുന്നുണ്ട്, പല സ്ഥലത്തും നമ്മളങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും 2 ക്ലാസ് തൃശ്ശൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ സ്കൂളിലേക്കും നമ്മൾ എടുക്കാറുണ്ട്. അപ്പം അതങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ അവരോട് പ്രത്യേകം അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളോട് എല്ലാവരോടും നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ശബരിമലയിലെ ഒരു വലിയ സംഭവം സ്ത്രീ പ്രവേശത്തെക്കുറിച്ച് വന്നതും ഇതുപോലെ ഒരു നോവലിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതും നമ്മുടെ ദേവതമാരെ അവഹേളിക്കുന്നതിനെ കുറിച്ച് വരുന്നതും സീതാദേവിയെ കുരീപ്പുഴ ശ്രീകുമാർ എന്ന ഒരു ദുഷ്കവി വിശേഷിപ്പിച്ചതും നമ്മുടെ ഈ മന്ത്രിമാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ തോന്നിയ മാതിരി ഹിന്ദുക്കളെ ഓരോ അവഹേളിക്കുകയും മറ്റ് മതക്കാരെ തൊടുക പോലും ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ അമ്മമാര്, സഹോദരിമാര്, സ്ത്രീജനങ്ങള്, പുരുഷന്മാര് അതിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ ആ പ്രതിഷേധം ഒരു വിഷയത്തിനെതിരെ ആവരുത്. ഇനി ഹൈന്ദവ ജനത അനുഭവിക്കാൻ സാധ്യതയുള്ള പത്രമാധ്യമങ്ങളുടെ ഇൻസൾട്ടിങ്ങും ഹരാസ്മെന്റും അതുപോലെ ബുദ്ധിജീവികളുടെ അവഹേളനവും നമ്മുടെ രാഷ്ട്രീയക്കാരുടെയും ഭരണാധികാരികളുടെയും എല്ലാം ഏറ്റവും നീചവും നിന്ദ്യവുമായ വാക്കുകളും പ്രവൃത്തിയും മതപരിവർത്തനത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലുള്ള വാക്കുകളും സാമ്പത്തിക സഹായം ക്രൈസ്തവർക്കും മതപരിവർത്തനം ചെയ്തവർക്കും കൊടുക്കുന്നതും എല്ലാം ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നടക്കും. ഹിന്ദു പെൺകുട്ടികൾക്കും ഹിന്ദുക്കൾക്കും ഒന്നുമില്ല, ഹിന്ദു വിധവകൾക്കൊന്നുമില്ല, ഹിന്ദുക്കൾക്ക് വീട് വയ്ക്കാനൊന്നുമില്ല, ഹിന്ദു ക്ഷേത്ര പൂജാരികൾക്കും മതപാഠശാലയ്ക്കും ഒന്നുമില്ലെന്ന് മാത്രമല്ല തിരിച്ചെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ മുസ്ലിങ്ങളുടെ മദ്രസകർക്കും ഉസ്താദുമാർക്കും മുല്ലയ്ക്കും മുക്രിക്കും എന്തൊക്കെയാ കൊടുക്കുക? കൺവേർട്ട് ചെയ്ത ക്രിസ്ത്യാനികൾ തിരിച്ചു വരാതിരിക്കാൻ, അവിടെ തന്നെ നിലനിൽക്കാൻ അവർക്ക് സഹായം, ലോൺ വെയ്വർ, ഇങ്ങനെ ധാരാളം കാര്യം ഹിന്ദുക്കൾക്ക് എതിരെ കേരളത്തിൽ നടക്കുന്നുണ്ട്. ചില ഭാരതത്തിലെ സ്റ്റേറ്റുകളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ വലിയ ഒരു തിന്മയ്ക്കെതിരെയുള്ള ഒത്തുചേരലായിരിക്കണം. ആവേശത്തിന്റെ പുറത്ത് ഒരു ഉപവാസവും ഒരു സമരവും നടത്തി അവസാനിക്കേണ്ടതല്ല. എപ്പോൾ വിളിച്ചാലും വരാനും പ്രതിഷേധിക്കാനും എതിർക്കാനും, അത് ഏത് വ്യക്തി ഹൈന്ദവ സംസ്കാരത്തെ അവഹേളിച്ചാലും അപകീർത്തിപ്പെടുത്താലും, അത് ഏത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിലായാലും അല്ലെങ്കിൽ എന്ത് പുരോഗമനത്തിന്റെ പേരിലാണെങ്കിലും മതത്തിന്റെ പേരിലാണെങ്കിലും ചെയ്ത തിന്മകള് ശക്തമായി എതിർക്കാൻ എപ്പോഴും ഇറങ്ങി വരാനുള്ള ഒരു ആവേശം ഉണ്ടാവണമെങ്കിൽ വികാരത്തിന്റെ പുറത്താവരുത് നമ്മുടെ പ്രതികരണം, താൽക്കാലിക പ്രതികരണമാവരുത്. ഏത് ഒരു രാജ്യമാണോ എന്നും വിജിലൻ്റായിട്ട് ശ്രദ്ധയോടുകൂടിയിരിക്കുന്നത്, ആ രാഷ്ട്രത്തെ വിദേശത്തിലുള്ളവർ ആക്രമിക്കില്ല. ഏതൊരു സമുദായമാണോ ശക്തമായിട്ടിരിക്കുന്നത്, ഭരണാധികാരികളും മറ്റ് സമുദായക്കാരും അവരെ ആക്രമിക്കില്ല. ഏതൊരു കുടുംബമാണോ ധന്യമായിട്ട് നിൽക്കുന്നത്, ആ കുടുംബത്തിനെ മറ്റുള്ളവർ അവഹേളിക്കില്ല. ഏതൊരു വ്യക്തിയിലാണോ സത്യം, ധർമ്മം, നീതി, ന്യായമുള്ളത്, ആ വ്യക്തിക്ക് സമൂഹത്തിനകത്ത് എന്നും ധന്യമായിട്ടുള്ള സ്ഥാനമാനങ്ങളും ഉണ്ടാവും, അംഗീകാരവും ഉണ്ടാവും. ചിലപ്പോൾ താൽക്കാലികമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ജ്വാല എന്ന പെൺകുട്ടിക്ക് സംഭവിച്ചതറിയാലോ. അതൊരു ചെറിയ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ കുട്ടി ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനം നന്നായിട്ട് തുടരുന്നുണ്ട്.
അതുപോലെ മതപരിവർത്തനം ചെയ്ത് അങ്ങോട്ട് പോയ കുറേ മുസ്ലിങ്ങൾ തിരിച്ച് ഹിന്ദു ധർമ്മത്തിൽ വന്ന് അവർ ഒതുങ്ങിക്കൂടിയിരിക്കാനൊന്നും ശ്രമിച്ചതല്ല, ശരിക്ക് ഹിന്ദു ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ധാരാളം പേര് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും ഉജ്ജ്വല പ്രകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മറക്കാതിരിക്കുക. നമ്മൾ വ്യക്തികളായാലും ശരി, കുടുംബാംഗങ്ങളായാലും ശരി, സമൂഹമായാലും നമ്മുടെ സംസ്കാരത്തിലുള്ളവരായാലും നമ്മുടെ രാഷ്ട്രത്തിൽ എപ്പോഴും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചാലേ അതിന് സ്ഥിരവും സ്ഥായിയുമായിട്ടുള്ള ഒരു പ്രവർത്തന രേഖ ഉണ്ടാക്കാനും പന്താവ് ഉണ്ടാക്കാനും നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് പാലക്കാട് നടക്കുന്ന ഈ സ്ത്രീകളുടെ ഉപവാസം, അത് ശബരിമലയ്ക്ക് വേണ്ടിയാണെങ്കിലും നോവലിനെതിരെയാണെങ്കിലും ഏതായാലും വിരോധമില്ല. അതെല്ലാം നമുക്ക് നമ്മുടെ ധർമ്മത്തെ സംരക്ഷിക്കാനും ആവശ്യമില്ലാത്ത നെഗറ്റീവുകളെ പ്രൊജക്റ്റ് ചെയ്ത് താൽക്കാലികമായിട്ടുള്ള ഒരു ഉയർച്ച, വളർച്ച, വിജയം നേടാനും ശ്രമിക്കാതെ സ്ഥിരവും ശാശ്വതവുമായ ലക്ഷ്യം തിന്മകളില്ലാതെയാക്കലാണ്. അത് തിന്മകൾ വരുമ്പോഴും അതില്ലാതെയാക്കണം, വരാതിരിക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുകയും വേണം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർമ്മിക്കാനുള്ളത്, നമ്മുടെ സംസ്കാരം എന്നും വിദേശികളിലൂടെ ആയാലും സ്വദേശികളിലൂടെ ആയാലും അവഹേളനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. നെഹ്റുവിന്റെ കുടുംബത്തിൽ ആര് ഈ നാട് ഭരിച്ചപ്പോഴുമെല്ലാം. അതുപോലെ കമ്മ്യൂണിസ്റ്റുകാരും പുരോഗമനവാദികളും കുറച്ച് നിരീശ്വരവാദികളും. ഇപ്പൊ നിരീശ്വരവാദികൾ പറയുന്നത് കുറെ കുറഞ്ഞിട്ടുണ്ട്, യുക്തിവാദികളൊക്കെ പറയുന്നത് കുറഞ്ഞിട്ടുണ്ട്. നമ്മളെ അവഹേളിക്കാൻ ആർക്കും അവസരം കൊടുക്കരുത്. ജൂതന്മാരെ പോലെ നമ്മുടെ രക്തത്തിലും നമ്മുടെ ചിന്തകളിലും നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ വീക്ഷണത്തിലും ചങ്കൂറ്റവും അഭിമാനവുമുള്ളവരായി മാറണം. അത് ഹിന്ദുവിന് സാധിക്കും. തല ഉയർത്തി നിന്ന് ഞാൻ ഹിന്ദുവാണെന്നും ഇനിയൊരു 100 ജന്മമുണ്ടെങ്കിൽ ഹിന്ദുവായി തന്നെ ജനിച്ച് നിലനിന്ന് മരിക്കാൻ പവിത്രമായ ഭാരതഭൂമിയുടെ മടിത്തട്ടിൽ തന്നെ സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഹിന്ദുവാവണം. പ്രണാമം, നമസ്കാരം.